അമ്മയ്ക്കോ സഹോദരിമാർക്കോ അമ്മായിമാർക്കോ PCOS ഉണ്ടെങ്കിൽ PCOS വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പഠനങ്ങൾ കാണിക്കുന്നത് PCOS ഉള്ള അമ്മമാരുടെ മകൾക്ക് ഈ അവസ്ഥ വരാനുള്ള സാധ്യത ഏകദേശം 24% മുതൽ 70% വരെയാണ്. ഇത്തരക്കാരിൽ PCOS വരാനുള്ള സാധ്യത 5 മുതൽ 8 മടങ്ങ് വരെ മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കും. PCOS പൂർണ്ണമായും ഒരു ജനിതക രോഗമാണോ? കുട്ടിക്കാലം മുതൽക്കേ എന്തൊക്കെ ശ്രദ്ധിച്ചാൽ ഇത് തടയാം? PCOS എന്നത് ഒന്നിൽ കൂടുതൽ ജീനുകൾ കാരണമുണ്ടാകുന്ന ഒരു പോളിജെനിക് അവസ്ഥയാണ്. പാരമ്പര്യ ഘടകങ്ങൾ ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. PCOS മാതാവിൻ്റെ വഴിയിലൂടെ മാത്രമല്ല മകൾക്ക് ലഭിക്കുന്നത്. അച്ഛൻ്റെ കുടുംബ പാരമ്പര്യം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കുന്നു. ഗർഭാവസ്ഥയിൽ അമ്മയിൽ ഉണ്ടാകുന്ന ഉയർന്ന പുരുഷ ഹോർമോണിൻ്റെ അളവും ഇൻസുലിൻ റെസിസ്റ്റൻസും ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുകയും കുട്ടി വലുതാവുമ്പോൾ PCOS ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. PCOS കുറയ്ക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ജനിതകപരമായ സാധ്യതകൾ ഉണ്ടെങ്കിലും ശരിയായ ജീവിതശൈലിയിലൂടെയും ഭക്ഷണ ക്രമീകരണത്തിലൂടെയും മകൾക്ക് PCOS വരുന്നത് തടയാനോ ലക്ഷണങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ചു നിർത്താനും സാധിക്കും. എന്തൊക്കെയാണ് പെൺകുട്ടികൾ ചെറുപ്പം തൊട്ടേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യകരമായ ഭക്ഷണം. പഞ്ചസാര, മൈദ, ജങ്ക് ഫുഡ്സ് എന്നിവ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. നാരുകൾ ധാരാളമായി അടങ്ങിയ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കുട്ടിക്കാലം മുതൽക്കേ ശാരീരികമായ അധ്വാനമോ വ്യായാമമോ ശീലിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് അമ്മയെ ജോലിയിൽ സഹായിക്കുക, ഷട്ടിൽ കളിക്കുക, സൈക്കിൾ ചവിട്ടുക, സ്കിപ്പിംഗ് അഥവാ വള്ളിച്ചാട്ടം ചെയ്യുക തുടങ്ങിയെല്ലാം ചെറുപ്പം തൊട്ടേ ശീലിക്കാവുന്നതാണ്. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുവാനും ശരീരത്തിലെ ഹോർമോണിൻ്റെ അളവ് കൃത്യമായി നിലനിർത്താനും സഹായിക്കുന്നതാണ്. ശരീരഭാരം നിയന്ത്രിക്കുക. ഉയരത്തിനനുസരിച്ച് ശരീരഭാരം നിലനിർത്തിയാൽ ഹോർമോൺ അസന്തുലിതാവസ്ഥയും വയറിലെ കൊഴുപ്പും നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം, അമ്മയ്ക്ക് PCOS ഉണ്ടെന്ന് കരുതിയോ അച്ഛന് ചെറുപ്പത്തിലെ കഷണ്ടി ഉണ്ടായിരുന്നു എന്ന് കരുതിയോ നിങ്ങൾക്ക് PCOS വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഹോർമോൺ വ്യതിയാനവും ജീവിതശൈലിയും കൊണ്ടുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് PCOS എന്നതിനാൽ തന്നെ ഹോർമോൺ ഗുളികകൾ കഴിക്കുന്നത് ഇതിന് ശാശ്വതമായ പരിഹാരമല്ല. കൃത്യമായ ചികിത്സ ചെയ്താൽ ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ ശരിയാക്കാനും അതുവഴി അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും സാധിക്കും. ശരിയായ ചികിത്സ ശരിയായ സമയത്ത്.